രാജീവ് ചന്ദ്രശേഖരനെതിരായ ആരോപണത്തിന് പിന്നാലെ കേരളത്തിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് ദേശീയ നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണം തിരിച്ചടിയായിരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, ഇത് വളരെ ഗൗരവതരമായ ഈ ഒരു പരാതിയെ ദേശീയ നേതൃത്വം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? റോഷ്നി, അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. കാരണം പ്രധാനമായും ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഒരു വലിയ ഭൂമി ഇടപാടിൽ പ്രതിയായി ചേരുക, അല്ലെങ്കിൽ അത്തരത്തിൽ അയാൾക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുക. സ്വാഭാവികമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സംസ്ഥാനത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതീവ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാക്കിയത് തന്നെ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് കൊണ്ടുപോയി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ നേരിടണം എന്നൊരു കൃത്യമായ വിലയിരുത്തപ്പെട്ടതുകൊണ്ടാണ്. ആ പശ്ചാത്തലത്തിൽ വന്നൊരു നേതൃത്വമാണ് ഇപ്പോൾ ഇങ്ങനെ എന്താണെങ്കിലും വലിയ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ അകപ്പെടുകയും അത് സംസ്ഥാനത്തെ സാഹചര്യത്തെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുകയും അത് വലിയ തരത്തിൽ തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് വലിയ തരത്തിൽ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വിഭാഗം നിരാകരിച്ച് കടുത്ത അതൃപ്തി ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നു. ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടാനുള്ള സാധ്യത ടിക്കറ്റ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കർണാടകയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണം, അത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. BPL ഇതിൽ നൽകിയ വിശദീകരണം. നോബൽ, ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. എന്തായാലും ദേശീയ നേതൃത്വം ഇത് ഉറ്റുനോക്കുകയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കം മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇതിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതടക്കം പ്രതികരണങ്ങളൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.